ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. ഈ മാസം 3 ഏകദിന മത്സരങ്ങളാണ് ടീം ഇന്ത്യ കളിക്കുന്നത്. വരുന്ന 11-ാം തീയതിയാണ് ആദ്യ മത്സരം നടക്കുക. എതിരാളികൾ ന്യൂസിലാൻഡ് ആണ്. ഇതിനു വേണ്ടിയുള്ള സ്ക്വാഡ് ഇപ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം സ്ക്വാഡ് ഒന്ന് പരിശോധിക്കാം. ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ശുഭ്മാൻ ഗിൽ തന്നെയാണ് വരുന്നത്. കൂടാതെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വിക്കറ്റ് കീപ്പർ ആയിക്കൊണ്ട് KL രാഹുൽ വരുന്നു. വൈസ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ശ്രേയസ് അയ്യരാണ് ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത്. കൂടാതെ വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, സിറാജ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, കുൽദീപ് യാദവ്, ഋഷഭ് പന്ത്, നിതീഷ് കുമാർ റെഡ്ഡി, അർഷദീപ് സിംഗ്, യശസ്വി ജയ്സാൾ ഇവരാണ് ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. രുദ്രാജ് ഗൈക്വാദിന് ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഷമി തിരിച്ചെത്തും എന്ന റൂമറുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഇടം ലഭിച്ചിട്ടില്ല. ശ്രേയസ് അയ്യർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു ഇളവ് അവിടെ ഇപ്പോൾ BCCI പറഞ്ഞിട്ടുണ്ട്. ഫിറ്റ്നസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിന് ടീമിലെ സ്ഥാനം എന്ന് BCCI പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആയിക്കൊണ്ട് ഋഷഭ് പന്താണ് ഇപ്പോൾ ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. പന്തിന് സ്ഥാനം നഷ്ടമായേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു, പക്ഷേ പന്തിന് ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ സിറാജ് ഇപ്പോൾ തിരിച്ചെത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ന്യൂസിലാൻഡിനെതിരെ 3 ഏകദിന മത്സരങ്ങളാണ് ഇന്ത്യ ഇത്തവണ കളിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.